രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ചില രേഖകൾ ആ നെഹ്റു ലൈബ്രറി ആൻഡ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് പറയുന്ന അവിടെ നിന്ന് കാണാനില്ല. ഇതൊക്കെ എവിടെ പോയി? അപ്പോൾ കോൺഗ്രസ് ചോദ്യം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാരിനോടാണ് ചോദ്യം. എവിടെ? ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ രേഖകളാണ്, പ്രധാനപ്പെട്ട കത്തുകൾ, ഒരുപാട് രേഖകൾ, കയ്യെഴുത്ത് കാര്യങ്ങൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പേപ്പറുകളടക്കം കാണാനില്ല. നെഹ്റു പേപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവയൊക്കെ എവിടെ പോയി? ആയിരക്കണക്കിന് ഡോക്യുമെൻറ്റുകൾ അതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന രേഖകളൊക്കെ കാണാനില്ല, എവിടെയാണ് പോയത് എന്നുള്ളത് ചോദ്യം കേന്ദ്ര സർക്കാരിന് നേരെ ഉയരുന്നു. കേന്ദ്ര സർക്കാർ ഇതിന് കഴിഞ്ഞ ദിവസം ഒരു മറുപടി കൊടുക്കുന്നു. മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് എവിടെയെന്നല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അത് സോണിയാഗാന്ധിയുടെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. അതെങ്ങനെ സോണിയാഗാന്ധിയുടെ കയ്യിൽ വന്നു? രാജ്യത്തിൻ്റെ സ്വത്ത്, രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ രേഖകൾ, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു താമസിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ സൂക്ഷിച്ചിരുന്നവയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1964 ഭരിക്കുന്നതോടുകൂടി ആ വസതി ഒരു മ്യൂസിയമാക്കി മാറ്റുന്നു. ആ മ്യൂസിയത്തിലാണ് ഈ പറയുന്ന രേഖകളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ലൈബ്രറി ഉണ്ട്, വലിയ പുസ്തക ശേഖരമുണ്ട്, അവിടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഡോക്യുമെൻറ്റുകളായിട്ടെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഗവേഷണത്തിനും നിരവധി കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ഈ നെഹ്റു പേപ്പേഴ്സ് എന്ന് പറയുന്ന കുറേയധികം ഡോക്യുമെൻറ്റുകൾ, രേഖകൾ, ഇതെല്ലാം അടങ്ങിയ കാർട്ടനുകൾ, ഏതാണ്ട് 51ഓളം കാർട്ടനുകളാണുള്ളത്. ഇത്രയും കാർട്ടനുകളിലായിട്ട് നിറച്ചു വെച്ചിരുന്ന നെഹ്റുവിൻ്റെ ഈ രേഖകൾ പലതും കാണാനില്ല. ഈ രേഖകൾ 51 കാർട്ടനും കാണാനില്ല. എവിടെയാണ് ഈ 51 കാർട്ടണിലെ രേഖകൾ എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് മനസ്സിലായത്, ഇത് 2008 സോണിയാഗാന്ധി അങ്ങ് എടുത്തോണ്ട് പോയി. സോണിയാഗാന്ധി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായിട്ട് MV രാജൻ എന്നൊരാൾ നെഹ്റുവിൻ്റെ കുടുംബത്തിന് ഈ പറയുന്ന രേഖകളൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടെ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ പറയുന്ന സർക്കാരിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. സർക്കാർ അപേക്ഷ പരിഗണിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത്. ആരെ ഭരിക്കുന്നത്? സോണിയാഗാന്ധി തന്നെയാണ് ഭരിക്കുന്നത്. മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തിയിട്ട് സോണിയാഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ അവരുടെ വീട്ടിലേക്ക് അവരങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ പറഞ്ഞ പോലെ ചൈനയിൽ നിന്നുള്ള പ്രസിഡന്റ് അടക്കമും പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇവിടെ വരുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട്. ആ വീഡിയോകളിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന മൻമോഹൻ സിംഗ് ഒരു അറ്റത്ത് മാറി നിൽക്കുകയും സോണിയാഗാന്ധി അവരെ എല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ അവിടെ കാണാൻ കഴിയും. ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാകും, ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് സോണിയാഗാന്ധിയാണ്. പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പ്രധാനമന്ത്രി ഒരു സൈഡിൽ മാറി നിൽക്കും. ഈ റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെ മാറി നിൽക്കും. അത് അന്നത്തെ അങ്ങനത്തെ ഒരു ഭരണം, ഈ കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ പറയുമല്ലോ. സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ സഞ്ജയ് ഗാന്ധിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. അതുപോലെ ഇല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ അടുക്കളയിൽ നിന്നാണ് തീരുമാനങ്ങൾ വന്നിരുന്നത് എന്ന് പറയുന്നത് പോലെ ഇന്നും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ഈ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തും കിച്ചൺ ക്യാബിനറ്റാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് അവർ പറയും, അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 51 കാർട്ടണിലടങ്ങിയ രേഖകൾ സോണിയാഗാന്ധിക്ക് കൈമാറിയതായി സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ രേഖകളൊക്കെ തിരികെ ലഭിക്കാനായിട്ട് PMML സോണിയാഗാന്ധിക്ക് ഓഫീസുമായി നിരന്തരം കത്തിടപാടുകൾ നടത്തി. ഇവരെ അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ എന്ത് കൊള്ളാലോ ഈ പറയുന്ന പല കാര്യങ്ങൾ. കാരണം ഇതിനകത്ത് പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കാം, രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇവയെല്ലാം ഇവർക്ക് സ്വന്തമാക്കണം, ഇവർക്കത് കൈയടക്കി വെക്കണം. കാരണം ഇവരുടെ കുടുംബത്തിൻ്റെ കഥകൾ വല്ലതും അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതൊക്കെ വെളിയിൽ വന്നാൽ വലിയ നാണക്കേടാകും. ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെളിയിൽ വന്നാലും ഇവർക്ക് പണിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവയെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. രാജ്യത്തിൻ്റെ സ്വത്ത്, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ, ആദ്യ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ അവരുടെ വീട്ടിലെ കണക്ക് എഴുതി വെച്ചിരിക്കുന്ന പേപ്പറുകളല്ല. നെഹ്റു കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് എടുത്തുകൊണ്ട് പോകുന്നത്. ആ പേര് പോലും അല്ലല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. ഗാന്ധി കുടുംബം എന്ന പേരാണ് ഇവർ ഉപയോഗിക്കുന്നത്, നെഹ്റു കുടുംബം എന്നല്ല. അപ്പോൾ നെഹ്റു എന്നാണ് പേര് വരേണ്ടിയിരുന്നത്. ഒരു മാറ്റിയിട്ടാണ് ഇന്ദിരാഗാന്ധി. ഒരു വലിയ ബുദ്ധിയായിരുന്നു അത് എന്നുള്ളത് രാജ്യത്തിനാകെ അറിയാം. അപ്പോൾ നെഹ്റു രേഖകൾ PMML നിന്ന് കാണാതായിട്ടില്ലെന്നും, കാരണം അവയുടെ നിലവിലുള്ള സ്ഥാനം എവിടെയാണെന്ന് അറിയാമെന്നും ഈ പറയുന്ന മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഇത് എവിടെയാണ് ഉള്ളതെന്നറിയാം. അപ്പോൾ ഇത് സോണിയാഗാന്ധിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ സോണിയാഗാന്ധി രാജ്യത്തോട് ഇത് വിശദീകരിക്കണം. ഈ കാര്യങ്ങൾ എന്തിനാണ് ഇത് എടുത്തുകൊണ്ട് പോയത്, ഇതെന്തിനു വേണ്ടിയിട്ടാണ് അവർ കൈയടക്കി വെച്ചിരിക്കുന്നത്. 51 കാർട്ടനുകളിലായിട്ട് എത്രമാത്രം രേഖയുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ.
അത്രയേറെ വലിയ രേഖകൾ സോണിയാഗാന്ധി എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. പൊതുശേഖരത്തിലുള്ള സാധനമാണ്. ഇതൊന്നും സ്വകാര്യ വസ്തുക്കളല്ല, ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ കൈവശം സൂക്ഷിക്കേണ്ട രേഖകളാണ്. ഇത്രയും രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള രഹസ്യങ്ങളടക്കമുള്ള കാര്യങ്ങളുള്ള, അതായത് പ്രധാനമന്ത്രിയുടെ കുറിപ്പുകൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാവി അടക്കം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. പ്രഥമ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇത്തരം രേഖകൾ ഇവർ അങ്ങ് കൈയടക്കി വെക്കുകയാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വസ്തുതകളായിരിക്കുമല്ലോ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുക. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അദ്ദേഹം എഴുതിയ കത്തുകളാണ്, ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കുക. ഇത് ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഇവരുടെ ഇരട്ടത്താപ്പും നയങ്ങളും വെളിയിൽ കൊണ്ടുവരാൻ സഹായിച്ചേക്കും. ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളുണ്ടായിരിക്കും, രാജ്യത്തിൻ്റെ പുരോഗതി എപ്രകാരം പോകണമെന്നതിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കാനുണ്ട്. 2008 ഈ രേഖകളൊക്കെ സോണിയാഗാന്ധി കൈയടക്കുന്നത്. ശരി, 2008 എന്തിന് ഇതെല്ലാം കൈയടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 ഈ പറയുന്ന നെഹ്റു മ്യൂസിയത്തിലെ പ്രധാനമന്ത്രി മെമ്മോറിയൽ ലൈബ്രറിയുടെ ലൈബ്രറിയുടെ ഡിജിറ്റലൈസേഷൻ 2010 ആരംഭിച്ചു. അതിന് കൃത്യം 2 വർഷം ഇല്ലെങ്കിൽ ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇതിനെയെല്ലാം തന്നെ സോണിയാഗാന്ധി മാറ്റി. ആ രേഖകൾ സോണിയാഗാന്ധി എന്തിനു മാറ്റി എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതായത് ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് 8.5 ലക്ഷത്തിലേറെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 8,67,000 ഡോക്യുമെൻറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്തു. 28,000-ലേറെ മറ്റ് രേഖകൾ, അനുബന്ധ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്തു. ഇത്രയേറെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ചില രേഖകൾ, കത്തുകൾ, ഇവയെല്ലാം തന്നെ രേഖപ്പെടുത്തരുത്, ഇല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യരുത് എന്നുള്ള നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.5 വർഷം മുമ്പ് ഇവയെല്ലാം കൊണ്ടുപോയത്. അപ്പോൾ കൊണ്ടുപോയതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോണിയാഗാന്ധി ഈ പറയുന്ന രേഖകൾ അടിച്ചു മാറ്റിയതാണ്, ഇല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോയതാണ്, അതിന് കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില രേഖകൾ അതിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എന്ത് കണക്കാണുള്ളത്? 51 കാർട്ടണുകളിൽ എന്തൊക്കെയാണ് രേഖകൾ എന്നുള്ളതിനെ പറ്റിയിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ഇതിൻ്റെ പകർപ്പുകൾ ഉണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവയൊക്കെ കാണാതായി എന്ന് പറഞ്ഞ് 2010 ഡിജിറ്റലൈസ് ചെയ്തു. നെഹ്റു മെമ്മോറിയൽ, പ്രധാനമന്ത്രി മെമ്മോറിയൽ ലൈബ്രറിയുടെ രേഖകളൊക്കെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇവർ ഇത് എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വലിയ ദുരൂഹതയാണ് അതിന് പിന്നിലുള്ളത്. ഈ രേഖകളിൽ പലതും വെളിയിൽ വരരുത് എന്നുള്ള കൃത്യമായ ഉദ്ദേശം സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് രേഖകളിലുള്ളത്? ആ രേഖകൾ പുറത്തു വന്നാൽ എന്തെങ്കിലും അപകടമുണ്ടാകുമോ? ഈ നെഹ്റു കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അതുകൊണ്ടാണോ ഇവയെല്ലാം ഒളിപ്പിക്കപ്പെട്ടത്? അത് എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നില്ല? ഈ പറയുന്ന രേഖകൾ പുറത്തു വരാതിരിക്കാൻ സോണിയാഗാന്ധിക്ക് എന്താണ് ഇത്ര നിർബന്ധം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് പിടിച്ചെടുക്കണം, ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതാണ്. പിടിച്ചെടുത്ത് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ രേഖകൾ രാജ്യത്തിൻ്റെ കയ്യിൽ വരണം. അത് പൊതുസംക്ഷേമത്തണം. കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സുതാര്യതയാണ്. ആ സുതാര്യതയെ തകർക്കുന്ന രീതിയിലാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഈ പരിപാടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുന്നുണ്ട്, ഷെഖാവത്ത് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും PMMൽ നിന്ന് നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാനില്ല എന്ന പാർലമെൻറ്റിൽ മറുപടി ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരും BJPയും ഖേദം പ്രകടിപ്പിക്കണം എന്നൊക്കെ ഈ പറയുന്ന കോൺഗ്രസ് എടുത്തോട്ട് വന്ന് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ ഇതെവിടെയാണെന്ന്? ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ജയറാം രമേശിന് അറിയാമല്ലോ. സോണിയാഗാന്ധി ഇതെടുത്തുകൊണ്ട് പോയി കൃത്യമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള നാടകങ്ങൾ, ഇവർ നടത്തിയിട്ടുള്ള കോലാഹലങ്ങൾ, ഇവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള രേഖകൾ വരെ അതിൻ്റെ അകത്തുണ്ടാകാം. കാരണം ഈ രേഖകളിൽ നിരവധിയായിട്ടുള്ള കത്തുകളുണ്ടാകും. നെഹ്റുവിന് കിട്ടിയ കത്തുകളുണ്ടാകും. നെഹ്റുവിന് കിട്ടിയ കത്തുകൾ എന്ന് പറയുമ്പോൾ പട്ടേലിൻ്റെ അടക്കമുള്ള കത്തുകളുണ്ട്. പട്ടേലൊക്കെ നെഹ്റുവിൻ്റെ പല പ്രവൃത്തികളെയും നിശിതമായി വിമർശിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ അന്ന് സ്വാഭിമാനികളായിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവരൊക്കെ ഇവരുടെ നടപടികളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേട് കോൺഗ്രസ്സിനുണ്ടാകുമെന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ രേഖകൾ കുടുംബ സ്വത്ത് പോലെ, സ്വന്തം വീട്ടിലെ വസ്തുക്കൾ പോലെ എടുത്തുകൊണ്ടുപോയത്. അങ്ങനെ സ്വന്തമായിട്ട് ഇവയെല്ലാം കൈയടക്കി വയ്ക്കാമെന്നുള്ളൊരു ധാർഷ്ട്യവും ഹുങ്കും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. അതൊക്കെ പോയി. ഇന്ന് ജനം ഭരിക്കുന്ന കാലമാണ്.
ആ പറയുന്ന കുടുംബ വാഴ്ച വേരോടെ നശിപ്പിക്കപ്പെടുന്ന കാലമാണ്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഭരണമാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ളത്. സോണിയാഗാന്ധി മാഡം വിചാരിച്ചാൽ ഇതെല്ലാം അവരുടെ കാൽക്കീഴിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അധികം വൈകാതെ ഈ രേഖകൾ തിരിച്ച് പ്രധാനമന്ത്രി മെമ്മോറിയൽ ലൈബ്രറിയിലേക്ക് തിരിച്ചെത്തും. അതിൽ യാതൊരു താമസവും ഉണ്ടാവില്ല. സോണിയാഗാന്ധി ചെയ്തത് വലിയ തെറ്റാണ്. വലിയ തെറ്റ് മാത്രമല്ല, അതിനകത്ത് ഗൂഢാലോചനയുണ്ട്. ഇത് അന്വേഷിക്കേണ്ടതാണ്. ഈ രേഖകൾ തീർച്ചയായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എടുത്തുകൊണ്ട് പോയി അവരുടെ സ്വകാര്യ വസ്തുവാക്കി സൂക്ഷിക്കുന്നതിൽ എന്തോ അപകടമുണ്ട്, എന്തോ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 51 കാർട്ടനുകളിലായിട്ടുള്ള രേഖകളാണ്. ഇവർ എന്തിനത് കൈയടക്കി എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്.